ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ടൂൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത 7 അൽഗോയും ഇന്ന് വൈകുന്നേരം അല്ല, ഇന്നൊരു 7 മണി കഴിഞ്ഞ് സ്റ്റാർട്ടാകും. അതുപോലെ തന്നെ ഇതിൽ 1-2 അൽഗോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ 1-2 സിമ്പിളും ആഡ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് അവരവരുടെ ക്യാപിറ്റൽ അനുസരിച്ച് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിസൾട്ട് ഇവിടെ തന്നെ നോക്കാനും സാധിക്കുമല്ലോ. സോ ഏത് അൽഗോയിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കി മനസ്സിലാക്കിയാൽ മതി. 1-2 പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. എല്ലാത്തിൻ്റെയും റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കൺമുന്നിൽ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇത് 1:1 റിസ്ക് റിവാർഡിൽ ഓടുന്ന സ്കാൾപ്പറാണ് ഗോൾഡിൻ്റെ. ഇതിലിപ്പം ടുഡേ നെറ്റ് പോയിൻ്റ് ഇന്നത്തെ എത്രയാണ്? 93 പോയിൻ്റാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏകദേശം 930 ടിപ്സ്. ഇതിൽ സ്ലിപ്പേജസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു 70-80 പോയിൻ്റ് ഈസി ആയിട്ട് നമ്മുടെ മാനുവലി ചെയ്യുവാണെങ്കിൽ തന്നെ എടുക്കാൻ പറ്റും. അൽഗോ ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ പിടിക്കും. കാരണം അൽഗോ വെയിറ്റ് ചെയ്യത്തില്ല. നോർമലി എക്സാക്റ്റ് സിഗ്നൽ വരുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ 1-2 ചെറിയ അപ്ഡേഷൻസ് ടൂളിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ടൂള് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ടൂളിനെ ഡിലീറ്റ് ചെയ്യുക, ഒന്ന് റീഫ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പേജ് ഒന്ന് സേവ് ചെയ്യുക. ദെൻ ഇൻഡിക്കേറ്റർ സെഷനിൽ പോവുക, ഇൻവൈറ്റ് ടൂളിൽ പോവുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുണ്ടോ, ഈ ടൂളിൻ്റെ പേര് കണ്ടില്ലേ? പേരിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബ്ലൂ കളർ വരും അപ്ഡേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ. നമ്മളിവിടെ നിന്ന് അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഒരു മെയിൽ വരും. ടൂൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ചാറ്റിലേക്ക് വരും. ആദ്യം നമ്മുടെ ഈ ഒരു ഫിൽറ്ററിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് 1 കിടന്നുകൊണ്ടിരുന്നത്. 0 ആക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതിപ്പോൾ 0 ആണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വിട്ടേക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഫിൽട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 കൊടുത്തപ്പം ഇവിടെ എൻട്രി കുറഞ്ഞു 100 പോയിൻ്റായി, 71% ആയി വിൻ റേറ്റ്. ഇൻ കേസ് നിങ്ങൾ 2 കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് അവിടെ അതായത് റിസൾട്ട് കാണാൻ പറ്റും. റിസൾട്ട് കാണുന്നതനുസരിച്ച് നിങ്ങൾ ഏത് സിമ്പിളിലാണോ ചെയ്യുന്നത് അവിടെ ഈ ഒരു ഫൈൻ ട്യൂണ് ലോക്ക് ചെയ്യാം. ഇപ്പം ഗോൾഡ് ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും 1-2 മതി നോർമലി. അതേസമയം ബിറ്റ് കോയിൻ ആണെങ്കിൽ 50-100 ഇവിടെ പോയിന്റിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് 0 തന്നെ വിട്ടേക്കാം. പിന്നെ അപ്ഡേഷൻ ആക്കിയത് 1-2 അപ്ഡേഷൻ ഇൻറ്റേർണലിയാണ്. എക്സ്റ്റേണലായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആകുന്ന അപ്ഡേഷൻ ഇവിടെ ഇത് കണ്ടോ, ഇത് ബാക്ക് ടെസ്റ്റ് റേഞ്ച് കണ്ടോ, ഇവിടെ റേഞ്ച് കണ്ടോ. ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ലാസ്റ്റ് 15 ഡേയ്സിൻ്റെ റിസൾട്ടാണ് കിടക്കുന്നത്. ഫ്രം ടൂവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 15 ഡേയ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 15 ദിവസത്തെ ടോട്ടൽ കളക്ട് ചെയ്ത പോയിൻ്റാണ് 1159 പോയിൻറ്റ്. അപ്പം നെറ്റ് പോയിൻറ്റിൻ്റെ സൈഡിലും നമുക്കിപ്പം ലാസ്റ്റ് 15 ഡേയ്സിന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ കസ്റ്റമാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫെബ്രുവരി 1 മുതൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 18 വരെ ടോട്ടൽ 46 ദിവസമുണ്ട്. ഈ 46 ദിവസത്തെ റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ എത്ര ദിവസം ഇതിൽ ഈ കസ്റ്റം റേഞ്ചിൽ സെലക്ട് ചെയ്യുന്നു അത് നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ കാണിക്കും. ഇവിടെ ഞാനൊരു 9 മുതൽ ഇടാം. അപ്പോൾ ലാസ്റ്റ് 10 ദിവസത്തെ റിസൾട്ടാണ് ഈ 899 പോയിൻറ്റ് സംതിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റം റേഞ്ചിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ടൈമിൻ്റെ എടുക്കാൻ സാധിക്കും. ഇൻ കേസ് ഏതെങ്കിലും ദിവസം ഒരു 2 മണിക്കൂറിൻ്റെയാണ് വേണ്ടതെങ്കിൽ ആ 2 മണിക്കൂറിൻ്റെ ഈ ഒരു ടൈം റേഞ്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ 9 മണി മുതൽ ഒരു 11 മണി വരെ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ, ലാസ്റ്റ് 10 ദിവസം ഞാനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? രാവിലെ 9 മണി മുതൽ 11 മണി വരെ നിങ്ങൾക്ക് ട്രേഡ് 2 മണിക്കൂർ. അപ്പോൾ ബാക്കി ഫുൾ അവേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? പോസ് വിൻഡോയിൽ കൊണ്ടുവരണം.
പോസ്റ്റ് വിൻഡോ ഓൺ ചെയ്യുക. ഇവിടെ 11 മണി മുതൽ രാവിലെ 9 മണി വരെ 11 to 9 ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി ഫുള്ള് ഡേ പോസ്റ്റിൽ പോവും. ഈ 2 മണിക്കൂർ മാത്രമുള്ള റിസൾട്ട് വരും. അത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമുക്ക് 1:2 ഗോൾഡ് ഇന്ന് റണ്ണായിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശം 110 പോയിൻ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും മാറ്റി നോക്കാം കേട്ടോ. 15 മിനിറ്റോ 10 മിനിറ്റോ ഏത് ടൈം ഫ്രെയിമിലാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ BTCയിലും ഇന്നത്തെ ദിവസം 1:2 ആണിത്. 1:2 പോയിട്ടുണ്ടായിരുന്നെങ്കിൽ 1300 പോയിൻറ്റ് സംതിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 1:2 ആണ്. നമുക്ക് 1:1 സ്കാൽപ്പർ നോക്കാം ഒന്ന്. സെയിം തന്നെയാണ്, എൻട്രീസിൽ മാത്രമുള്ള വ്യത്യാസം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു ലിമിറ്റഡ് ടൈം പീരീഡിലേക്ക് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇൻ കേസ് ഇത് ലൈഫ് ടൈം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കുറേ മെമ്പേഴ്സ് ഓർത്തിരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി അവരുടെ ചാർട്ടിലേക്ക് അപ്ഡേറ്റ് ആകുമെന്നാണ്. ഒരിക്കലുമല്ല. ആ 2 ഇൻഡിക്കേറ്റർ വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ, അതും ഇത് നമ്മൾ യാതൊരുവിധ ബന്ധമില്ലാത്ത ഇൻഡിക്കേറ്ററാണ്. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് പബ്ലിഷ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.